പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ LDFിന്റെ വിവാദ പരസ്യം പ്രസിദ്ധീകരിച്ചതിൽ നടപടി സ്വീകരിക്കാൻ സുപ്രഭാത മാനേജ്മെന്റ് ഒരുങ്ങുന്നു എന്ന വാർത്ത ഇന്നലെ വന്നു. അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും. പരസ്യം തള്ളി സംസ്ഥാന നേതൃത്വം നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ പരസ്യത്തിന്റെ ഉള്ളടക്കം തെറ്റിപ്പോയി എന്ന ഈ മാനേജ്മെന്റിന് ഒരു അഭിപ്രായമുണ്ടോ ഇപ്പോൾ? SKN പരസ്യത്തിൻ്റെ ഉള്ളടക്കത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഈ പരസ്യം പ്രസിദ്ധീകരിക്കുന്നതിന് MMC, അതായത് മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെ പോയി എന്നുള്ളതാണ് പ്രധാന പ്രശ്നമായി കാണുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. സുപ്രഭാതത്തിൻ്റെ മാനേജ്മെൻറ്റ് തലത്തിലുള്ളവരുമായി സംസാരിക്കുമ്പോഴൊക്കെ ഈ വിവാദത്തിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അന്വേഷിച്ച് തീരുമാനിക്കും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എന്നാൽ ഏതായാലും ഇത്തരത്തിൽ ഒരു പരസ്യം പ്രസിദ്ധീകരിച്ചതിന് സമസ്ത നേതൃത്വം, അതായത് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ ആ കാര്യത്തിൽ സമസ്തയ്ക്ക് പങ്കില്ല. പത്രത്തിൽ പരസ്യം സ്വീകരിക്കുന്നത് പത്രത്തിൻ്റെ മാനേജ്മെൻറ്റും ദൈനംദിന നടത്തിപ്പുകാരുമാണ് എന്നുള്ള നിലപാടാണ് എടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതായാലും നടപടിയിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. മാനേജിംഗ് എഡിറ്റർ TP ചെറുപ്പയുടെ നേതൃത്വത്തിലാണ് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ ഇതേ സമയത്ത് CPIയും LDFും ഈ പരസ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ പരസ്യത്തിൻ്റെ അനുമതി എന്നുള്ള പ്രശ്നത്തിൽ പരാതി നൽകി അതിൽ നടപടി നടന്നോട്ടെ, പക്ഷേ കണ്ടന്റ് വസ്തുതയാണ് എന്ന് AK ബാലൻ ഈ കാര്യം ഇന്നലെ 24-നോടാണ് പറഞ്ഞത്. അതായത് ആ പരസ്യത്തെ LDF ഇടതുമുന്നണി ഓൺ ചെയ്യുകയാണ്. ഈ പരസ്യത്തിൽ പറഞ്ഞതെല്ലാം വസ്തുതയാണ്. കാരണം സന്ദീപ് വാര്യർ നേരത്തെ എടുത്ത നിലപാടുകൾ മാത്രമാണ് ആ പരസ്യത്തിലുള്ളത്. ഈ നിലപാടുകളുമായി സന്ദീപ് വാര്യരെ UDF ക്യാമ്പിലേക്ക് എത്തിച്ചത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് എന്ന് പറഞ്ഞുള്ള ഒരു ക്യാമ്പയിനാണ് അവർ തെരഞ്ഞെടുപ്പ് ദിവസം ഇടതുമുന്നണി നടത്തിയത് എന്നുള്ളതും വസ്തുതയാണ്. ഏതായാലും ഈ പരസ്യം പാലക്കാട്ട് വിവാദത്തിൻ്റെ തെരഞ്ഞെടുപ്പായിരുന്നു, പ്രചരണമായിരുന്നു. ആ പ്രചരണത്തിൻ്റെ കൊട്ടിക്കലാശവേളയിൽ ഏറ്റവും വലിയ വിവാദമായി മാറി. അതുകൊണ്ട് തന്നെ സുപ്രഭാതം മാനേജ്മെൻറ്റ് അതിനെ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും സമസ്ത ഈ കാര്യത്തിലുള്ള നിലപാട് കൂടി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ SKN ഇനിയിപ്പോൾ കാത്തിരുന്നു കാണാം അന്വേഷണത്തെ തുടർന്ന് എന്ത് നടപടിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. പാലക്കാട് എഡിഷനിൽ മാത്രമാണ് പ്രസിദ്ധീകരിച്ചത്. പക്ഷേ സെൻട്രൽ ഡെസ്കിൻ്റെ, അതായത് കോഴിക്കോടുള്ള സുപ്രഭാതത്തിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ അനുമതിയില്ലാതെ ഇത്തരത്തിലൊരു പരസ്യം പ്രസിദ്ധീകരിക്കുക സാധ്യവുമല്ല. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും ഇതിൽ എന്ത് തുടർ നടപടി എന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കുക. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം.